നമ്മുടെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീരിൽ ശ്രീനഗർ വരെ ട്രെയിനിൽ പോയാലോ? ഇപ്പൊ നിലവിൽ അത് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ശ്രീനഗറിലേക്ക് റെയിൽവേ കണക്ടിവിറ്റി ഇത്രയും കാലം ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഹിമസാഗർ എക്സ്പ്രസ് പോലും കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ജമ്മു വരെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ശ്രീനഗറിലേക്കുള്ള റെയിൽ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാവുകയാണ്. നാളെ നമ്മുടെ പ്രധാനമന്ത്രി അത് ഉദ്ഘാടനം ചെയ്യാണ്. ഏതാണ്ട് 272 കിലോമീറ്റർ ദൂരമുള്ള ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള എന്ന് പറഞ്ഞൊരു പുതിയ ലൈനാണ് അതിനു വേണ്ടിയിട്ട് വരുന്നത്. അതിനകത്ത് അവസാന സെക്ഷനായ 117 കിലോമീറ്റർ, അത് ജമ്മുവിലെ ഖത്രയിൽ നിന്ന് ശ്രീനഗർ വരെ ആണ് ആ ഒരു ലാസ്റ്റ് ലൈൻ. അതിന്റെ ഉദ്ഘാടനം നാളെ വന്ദേ ഭാരത് ട്രെയിൻ ഈ ജമ്മുവിനെയും ഈ പറഞ്ഞ സ്റ്റേഷനായ ഖത്രയും അതുപോലെ ശ്രീനഗറിലെ സ്റ്റേഷനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നാളെ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ അതോടുകൂടി ശ്രീനഗറിലേക്ക് കണക്ടിവിറ്റി ആവും. അപ്പോൾ നമുക്ക് നമ്മളുടെ കന്യാകുമാരിയിൽ നിന്ന് ഇനി മുതൽ ശ്രീനഗറിലേക്ക് റെയിൽവേക്ക് ട്രെയിൻ സർവീസ് നടത്താൻ പറ്റും. അപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് ശ്രീനഗർ വരെ ട്രെയിനിൽ യാത്ര ചെയ്യാനും നമുക്ക് പറ്റും. പക്ഷേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, ചില എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളെ കുറിച്ച്. അതായത് ചെനാബ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഈ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള പാതയിലാണ്. ഈ ചെനാബ് ബ്രിഡ്ജിന്റെ പ്രത്യേകത, അത് ഒരു ആർച്ച് ബ്രിഡ്ജാണ്, ആർച്ചിന്റെ ആകൃതിയിൽ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് ബ്രിഡ്ജാണ് ചെനാബ് ബ്രിഡ്ജ്. ഏതാണ്ട് ചെനാബ് നദിയിൽ നിന്ന് 355 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇതൊരു എഞ്ചിനീയറിംഗ് മാർവൽ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഞ്ചി ഘട്ട് എന്ന് പറയുന്ന മറ്റൊരു പാലവും ഇതിൽ വരുന്നുണ്ട്. അതൊരു കേബിൾ സ്റ്റേയ്ഡ് പാലമാണ്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ കേബിളിൽ മാത്രം നിലനിൽക്കുന്ന റെയിൽവേ മേൽപ്പാലമാണ് ഈ അഞ്ചിഘട്ട് പാലം. 96 കേബിളുകളിൽ ഒറ്റ തൂണിൽ ആണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതൊരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ്. അപ്പൊ ഈ ഒരു പാതയിൽ കൂടെ യാത്ര ചെയ്താൽ നമുക്ക് അത് ഭയങ്കരമായിട്ടുള്ളൊരു അനുഭവമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് നാളെ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുകയാണ്.